ഹായ് ഹലോ നമസ്കാരം ആര്യാണ്. ഇന്ന് ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, കാരിത്താസ് ഹോസ്പിറ്റലിലേക്കാട്ടോ. അപ്പം നിങ്ങളോർക്കും എനിക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടായിട്ട് പോകുന്നതാണ്. എന്നാൽ അതല്ല, എൻ്റെ കൊച്ചിനെ കുറിച്ച് വെട്ടവും വെളിച്ചം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. എന്നാ ഭംഗി ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാനല്ലേ. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ദേ യാദവ് പറഞ്ഞു, അമ്മേ ദേ ഉണ്ണീശോ അവിടെ കിടപ്പുണ്ടെന്ന് കേട്ടോ. നല്ല രസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളിങ്ങനെ വീട്ടിൽ വന്ന് പറയുമ്പോഴേ യാദൂട്ടിന് ഭയങ്കര ഇങ്ങനെ ആഗ്രഹമായിരുന്നു കേട്ടോ, പോകണം എന്ന് പറഞ്ഞ്. രാത്രി പോകുന്ന അത്രയ്ക്ക് നല്ലതല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അപ്പൂസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പൂസാണ് ഞങ്ങളെ അവിടെ കൊണ്ടുപോകുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കിത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ വലിയൊരു ക്രിസ്മസ് ട്രീയും ഒരു സാന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഈ സാന്തയുടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ സാന്ത ഇങ്ങനെ നിന്ന് ആടും. അപ്പോൾ അതിങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ ചെറുക്കനാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരിക്കലും നിന്ന് തരാറില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എന്ന് ഫോട്ടോ എടുക്കാൻ നിന്നോ അന്ന് ഞാനും അവനും കൂടെ വഴക്കായിരിക്കും. അപ്പം ഞങ്ങളിതെല്ലാം എടുത്തിട്ട് ഇങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു കുറ്റി കുറുമ്പം വന്ന് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ചക്കിക്ക് ഒട്ടകം ഒരു ഫേവറേറ്റ് ആയതുകൊണ്ട് അവൾ ആദ്യം ചെന്നൊന്ന് തൊട്ട് നോക്കി കേട്ടോ. ഒട്ടകം മാത്രമല്ല, അവിടെ സ്നോമാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഞങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞ് ഞങ്ങളിത് ഹോസ്പിറ്റലിൽ തന്നെയാണോ വന്നതെന്ന് ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞില്ല, അങ്ങനെ നിൽക്കുമായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഹാർഡ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കിടക്കുന്ന രോഗികൾക്കും വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു മനസ്സിന് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാഴ്ചകൾ മാത്രമല്ല, ഇവിടെ ഫുഡും ഉണ്ട്. നമ്മൾ ആദ്യം പാനിപ്പൂരിയാണ് വാങ്ങിയത്. എൻ്റെ യാദോട്ടൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ചക്കി കഴിച്ചു. ഗണപതിക്ക് കൊടുത്തിട്ട് തുടങ്ങാമെന്ന് നമ്മളും വെച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ യാദോട്ടൻ്റെ വായിക്കകത്ത് കയറുന്നില്ലെങ്കിലും അവരത് എങ്ങനെയൊക്കെയോ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. ഇനി ഞാൻ പറയുന്നത് മതി നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. നമുക്ക് ഒരെണ്ണം മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ. ഇനി ഞങ്ങൾ അടുത്തത് വാങ്ങിച്ചത് നഗറ്റ്സ് ആണ്. അപ്പോൾ യാദോട്ടൻ്റെ ഫേവറേറ്റ് ആട്ടോ നഗറ്റ്സ്. ചിക്കൻ നഗറ്റ്സ് എവിടെ കിട്ടില്ല അവൻ വിടാറില്ല. അതാണ് അവൻ പറയുന്നത് സൂപ്പറാണ്. എനിക്ക് പാനിപ്പൂരിയേക്കാളും കുറച്ചും കൂടെ നഗറ്റ്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ കഴിച്ചിട്ട് തൊണ്ടയിൽ നിറങ്ങാൻ വേണ്ടി കുറച്ച് ദാഹജലം ചോദിച്ചപ്പോൾ ചെറുക്കം കൊണ്ട് തന്നതൊരു വൃത്തികെട്ട ജ്യൂസ് ആയിരുന്നു. എനിക്ക് ഈ ചോക്ലേറ്റിൻ്റെ മിൽക്ക് ഷേക്ക് ഒട്ടും ഇഷ്ടമില്ല. അതാ എൻ്റെ മുഖം അങ്ങനെ ഇരിക്കും. ഞങ്ങൾ എന്നാൽ ഇനി വീട്ടിലേക്ക് പോട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 അടിപൊളിയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.